വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ഏൻഷ്യന്റ് മിഡിവലിന്റെ പക്കയായിട്ടുള്ള ഒരു ഓർഡർ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ മേജർ ഈവൻറ്റ്സ്, നിങ്ങൾ വരാൻ പോകുന്ന ടെസ്റ്റ് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഈ ഏൻഷ്യൻ മിഡിവലിന്റെ ഒരു പക്ക റിവിഷൻ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നമ്മൾ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു? പ്രീ ഹിസ്റ്റോറിക് ഏജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അവൈലബിൾ അല്ലാത്ത ഒരു കാലഘട്ടമാണ്. ശിലായുഗം, ശരിയല്ലേ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറയുന്ന കാലഘട്ടം. പിന്നെ പ്രോട്ടോ ഹിസ്റ്റോറിക് ഉണ്ട്. പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ഏജിനും ഇടയിലുള്ള ഒരു പർട്ടിക്കുലർ സ്പേസ് ആണ്. ചിലപ്പോൾ റിട്ടൺ റെക്കോർഡ്സ് ഉണ്ടാവാം, പക്ഷെ അത് ഡെസിഫേർഡ് അല്ല. ഓക്കെ, ഇൻഡസ് സിവിലൈസേഷൻ ഒരു പ്രോട്ടോ ഹിസ്റ്റോറിക് ഏജ് ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് എഴുതപ്പെട്ട ചരിത്രം അല്ലെങ്കിൽ എഴുതപ്പെട്ട റെക്കോർഡ്സ് അവൈലബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ പ്രീ ഹിസ്റ്റോറിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാലിയോലിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്, ചാൽക്കോലിത്തിക് ഏജസ് ആണ്. പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. ഇറ്റ്സ് സംതിങ് അപ് ടു 10,000 BC. Yes, people are nomadic hunters, gatherers. They lived in open spaces. They discovered fire. അവിടെ നമുക്ക് 3 കാലഘട്ടങ്ങളുണ്ട്. ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, അപ്പർ പാലിയോലിത്തിക്. ലോവർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് കോർ ഇംപ്ലിമെന്റ്സ്, ഓക്കെ, ഈ പറയുന്ന പോളിഷ്ഡ് അല്ലെങ്കിൽ ഷാർപ്പൻഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഒന്നും ഉപയോഗിക്കാത്ത കോർ ഇംപ്ലിമെന്റ്സ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. മിഡിൽ പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഫ്ലേക്സ്, സ്റ്റോൺസിന്റെ തന്നെ ചീളുകൾ അല്ലെങ്കിൽ ഫ്ലേക്സ് ഉപയോഗിച്ചിരുന്ന, അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു, അതിനെ കുറെ കൂടി ഷാർപ്പൺ ചെയ്യുന്നു, അങ്ങനെ ഫ്ലേക്സ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് ബ്ലേഡ്സ്, കുറേയും കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ഷാർപ്പൻഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. ഓക്കെ, സോ ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്കിന്റെ ഡിവിഷൻസ് നമുക്കറിയാം. അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസിന്റെ സൈസും ഷേപ്പും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ 3 കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പർ പാലിയോലിത്തിക്കിൽ നമ്മൾ കണ്ടു ഹോമോസാപ്പിയൻസിന്റെ അപ്പിയറൻസ്. മെസോലിത്തിക് എന്ന് പറയുന്നത് പാലിയോലിത്തിക്കും നിയോലിത്തിക്കിന്റെയും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ ഏജിനെയാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. യെസ്, ഇറ്റ്സ് സംതിങ് 10,000 BC to 6,000 BC. യെസ്, പ്രിമിറ്റീവ് അഗ്രികൾച്ചർ. പക്ഷെ സോക്കോൾഡ് അഗ്രികൾച്ചർ അപ്പിയർ ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന നിയോലിത്തിക് ഏജിലാണ്. നിയോലിത്തിക് is regarded as a revolutionary age. So many changes are happening in the new stone age. This is middle stone age. So you see earliest domestication, semi-nomadic, people, bow and arrow, burial practices, rock paintings. ഇതൊക്കെ നമുക്ക് മെസോലിത്തിക്കിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വിശേഷിപ്പിക്കാം. ബിംബേദക റോക്ക് ഷെൽട്ടേഴ്സിലെ പാലിയോലിത്തിക്കിന്റെയും മെസോലിത്തിക്കിന്റെയും ചാൽക്കോലിത്തിക്കിന്റെ ഒക്കെ എയർലി സോക്കോൾഡ് എന്താ പറയുക, പ്രീ ഹിസ്റ്റോറിക് പെയിന്റിങ്സിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. മെസോലിത്തിക് പെയിന്റിങ്സ് ബിംബേദകയിൽ നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന സോക്കോൾഡ് എന്താ പറയുക, മൾട്ടിപ്പിൾ തീംസ് ഉപയോഗിക്കുന്നു. ഹണ്ടിങ് സീൻ ഡൊമിനന്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വിമൻ ന്യൂഡ് ഫിഗേഴ്സും ക്ലോത്തഡ് വിമൻ ഫിഗേഴ്സും കമ്മ്യൂണിറ്റി സോക്കോൾഡ് എന്താ പറയുക, കമ്മ്യൂണിറ്റി ലൈഫ് പെയിന്റിങ്, ഡാൻസിങ്, കുക്കിംഗ്, ഹണ്ടിങ്, ഇങ്ങനെയുള്ള തീംസ് ഒക്കെ അവർ ഉപയോഗിച്ചിരിക്കുന്നു. ഹ്യൂമൻ ഫിഗേഴ്സിനെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടും ആനിമൽ ഫിഗേഴ്സിനെ റിയലിസ്റ്റിക് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രീ ഹിസ്റ്റോറിക് ആർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. നിയോലിത്തിക് എന്ന് പറയുന്നത് സ്റ്റോൺ ഏജിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്, ശരിയല്ലേ? ന്യൂ സ്റ്റോൺ ഏജ് ഒരു റെവല്യൂഷണറി ഫേസ് ആണ്. അവിടെ വില്ലേജ് ലൈഫ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലൈഫ്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ സെറ്റിൽഡ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിയോലിത്തിക്കിൽ കാണാൻ പറ്റും. സംതിങ് ബിറ്റ്വീൻ 6,000 to 4,000 BC, സെറ്റിൽഡ് ലൈഫ്, എമർജൻസ് ഓഫ് പോട്ടറി, മഡ് ആൻഡ് സ്റ്റോൺ ഹൗസസ്, പിറ്റ് ഡ്വെല്ലിംഗ്, എമർജൻസ് ഓഫ് ഫീൽഡ്സ് ആൻഡ് ദി സെറ്റിൽഡ് ഫാമിംഗ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ നിയോലിത്തിക് ഏജിൽ കാണാൻ പറ്റും. കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെറ്റൽ ഏജ് ആണ്. യു നോ ദാറ്റ് ഫസ്റ്റ് മെറ്റൽ ഏജ് ആണ്. വാട്ട് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ഹിയർ? അതേതായിരുന്നു? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ഹിയർ. അതിന്റെ 3 എക്സ്റ്റൻഷൻസ് ആണ്. യു ക്യാൻ സീ ദാറ്റ് യെസ് ദർ ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇത് എക്സാക്ട് എന്താണ്? കോപ്പർ ഏജ് അല്ല, ഇത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. എന്ത് സിവിലൈസേഷൻ ആണ്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. Then there is Chalcolithic farming culture, Ahar culture, Malwa culture, Kaida culture, Jorwe culture. അപ്പൊ ഇതൊക്കെ UPSC പ്രിലിംസിൽ വേണമെങ്കിൽ ചോദിക്കാം. മാച്ച് ദ പെയർ വെച്ചിട്ട് പാലിയോലിത്തിക്കും മെസോലിത്തിക്കും നിയോലിത്തിക്കും ചാൽക്കോലിത്തിക്കും ഇൻഡസ് ഒക്കെ on versus or megalithic versus these cultures. So Ahar, Malwa, Kaida, Jorwe cultures are representation of these Chalcolithic cultures or this like what is called a metal cultures. Okay, this is metal age. Then Copper Horde culture, which is Plateau region. So these are the 3 types or classifications of this Chalcolithic age. But Indus civilization, you must understand, it is an advanced age, which is a Bronze Age civilization. Bronze Age, sorry,
Granaries even, traced back to, according to different historians, Gordon Child and all, it is traced back to Neolithic. But its extensive use and grand structures you can see in the Indus Valley civilization. Okay. മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത് മെസോലിത്തിക്കിന്റെ എൻഡിൽ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി. ആൻഡ് നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഗ്രാൻഡ് ആയിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് കാണാൻ പറ്റും. ഇൻഡസ് സിവിലൈസേഷന്റെ പല ഫേസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. There is 4000 BC or 8000 BC to 4000 BC. You can see, or 4000 BC to 2500 BC, അല്ലെങ്കിൽ 8000 BC to, അതായത് റീസെന്റ് ആയിട്ടുള്ള കുറെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസും എക്സ്കവേഷൻസ് ഒക്കെ പറയുന്നത് ഈ ഇൻഡസ് സിവിലൈസേഷൻ ആസ് ഓൾഡ് ആസ് 8000 BC അല്ലെങ്കിൽ 7500 BC എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ തൊട്ട് 2500 BC വരെ ഉള്ളത് പ്രീ ഹാരപ്പൻ, ഏർലി ഹാരപ്പൻ കൾച്ചേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. അത് പക്ക പ്രിമിറ്റീവ് കൾച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ വില്ലേജ് കൾച്ചേഴ്സ് ആണ്. ഓക്കെ. ദെൻ 2500 BC തൊട്ട് 1900 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? അർബൻ കൾച്ചർ എന്ന് വിശേഷിപ്പിക്കും. ഇൻഡസ് സിവിലൈസേഷന്റെ പ്രീ ഹാരപ്പനും ലേറ്റ് ഹാരപ്പനും വില്ലേജ് സെറ്റിൽമെന്റ്സ് ആണെങ്കിൽ, ഇതിന്റെ മറ്റൊർ ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് 2500 BC തൊട്ട് 1900 BC വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് അർബൻ ഫേസ് എന്ന് വിശേഷിപ്പിക്കാം. നാഗരിക സംസ്കാരം. അതിന് മുന്നും അതിന് ശേഷം ഉള്ളത് എന്തായിരുന്നു? റൂറൽ കൾച്ചേഴ്സ് ആയിരുന്നു, വില്ലേജ് സെറ്റിൽമെന്റ്സ് ആയിരുന്നു. പക്ഷെ 2500 BC തൊട്ട് അല്ലെങ്കിൽ 2600 BC തൊട്ട് 1900 BC വരെയുള്ള കാലഘട്ടം എന്താണ്? മച്വർ ഫേസ് ആണ്. ഓക്കെ. എല്ലാ അർബൻ ഫീച്ചേഴ്സും അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യു സി ഗ്രിഡ് പാറ്റേൺ ആൻഡ് ഡിവിഷൻ ഓഫ് ദ സിറ്റി ഇൻ ടു സിറ്റഡൽ ആൻഡ് ലോവർ ടൗൺ. ഈ വലിയ ബിൽഡിങ്സ് ഒക്കെ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? വലിയ ബിൽഡിങ്സ്, ഫോർ എക്സാമ്പിൾ കോളേജ് ബിൽഡിംഗ്, അസംബ്ലി ഹാൾ, അല്ലെങ്കിൽ ടെമ്പിൾ ലൈക്ക് പാലസ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഓർ മേ ബി ഹ്യൂജ് ഡയമെൻഷണൽ ബിൽഡിങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ citadel region. Okay. The common people of the city, artisans and craft workers, they are living in the lower town. Okay. Then see covered drainage system, pictographic script which is Boustrophedon script. Harappan script നെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നു? Boustrophedon script. അത് എവിടെ നിന്ന് എവിടേക്ക് എഴുതുന്നു? റൈറ്റ് ടു ലെഫ്റ്റ്, then ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ. അതിലെ പിക്ചേഴ്സും സിംബൽസും സൈൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, which is Boustrophedon അല്ലെങ്കിൽ Boustrophedon script. Then pottery is called black and red ware. അതിനോടൊപ്പം നിങ്ങൾ ഇൻഡസ് സിവിലൈസേഷൻ പഠിക്കുമ്പോൾ അതിന്റെ സൊസൈറ്റൽ ഫീച്ചേഴ്സും അതിന്റെ എക്കണോമിക് ഫീച്ചേഴ്സും അതിന്റെ കൾച്ചർ, അവിടെ ഫോളോ ചെയ്തിരുന്നത് ബാർട്ടർ സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അവർക്ക് ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരുന്നോ? ട്രേഡ് ഉണ്ടായിരുന്നു. ഇനി അവർ യൂണിഫോം വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉപയോഗിച്ചിരുന്നോ? ഉപയോഗിച്ചിരുന്നു. ആണിന്റെയും പെണ്ണിന്റെയും ഡ്രസ് കോഡ് നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ഓക്കെ. ദെൻ അഗെയിൻ ധോത്തി ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ലേഡീസ് സ്കർട്ട് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ലേഡീസ് എന്താന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. റിലീജിയനെ കുറിച്ച് ധാരണയില്ലേ? എന്ത് റിലീജിയൻ ആയിരുന്നു? ടെമ്പിൾ വർഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്തായിരുന്നു? ഐക്കൺസ് വർഷിപ്പ് ചെയ്തിരുന്നു. മെയിൽ ഫീമെയിൽ ഗോഡ്സിനെ വർഷിപ്പ് ചെയ്തിരുന്നു. ബുൾ വർഷിപ്പ് ഉണ്ടായിരുന്നു. ട്രീ വർഷിപ്പ് ഉണ്ടായിരുന്നു. മാജിക്കൽ പവേഴ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? 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 പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന അമൂലറ്റ്സ് ഒക്കെ ധരിക്കുന്നത്? There are historians references that they wear these amulets and all. അപ്പൊ അവരുടെ റിലീജിയനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അവർ ഉപയോഗിച്ചിരുന്ന സീൽസ്, അതിന്റെ ചീഫ് മെറ്റീരിയൽ എന്തായിരുന്നു? സീൽസിന്റെ ചീഫ് മെറ്റീരിയൽ എന്തായിരുന്നു? സ്റ്റിറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു റിവർ ബെഡ് സോപ്പ് സ്റ്റോൺ ആയിരുന്നു. അതുപോലെ തന്നെ ദിസ് സിവിലൈസേഷൻ പ്രൊഡ്യൂസ്ഡ് സീൽസ് ഇൻ മൾട്ടിപ്പിൾ ഷേപ്സ്. യാർ റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ, സർക്കുലർ, പല ഷേപ്സിൽ സീൽസും നിർമ്മിച്ചിരുന്ന സിവിലൈസേഷൻ ആണ് ഇൻഡസ് സിവിലൈസേഷൻ. സീൽസിൽ നിങ്ങൾക്ക് ആനിമൽ റെപ്രസെന്റേഷൻ കാണാം, അവരുടെ സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സീൽസിന്റെ പ്രൈമറി പർപ്പസ് എന്തായിരുന്നു? സീൽസിന്റെ പ്രൈമറി പർപ്പസ് എന്തായിരുന്നു? ട്രേഡ് ആയിരുന്നു. ശരിയല്ലേ? സോ യു സി, ആൻഡ് ദർ ആർ ഡിഫറെന്റ് തിയറീസ് റിഗാർഡിംഗ് ദീസ് ഇൻഡസ് സിവിലൈസേഷന്റെ ഡിക്ലൈൻ. അതിൽ ഏറ്റവും വീക്കസ്റ്റ് തിയറി ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? Aryan invasion, Mortimer Wheeler theory, Aryan invasion theory. Okay, according to UPC questions, you see that Aryan invasion theory by Mortimer Wheeler is regarded as the weakest theory. അതിനൊരു കാരണമായിട്ട് പറയുന്നത്, ആര്യൻസ് ഇൻവേർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആര്യൻസ് ട്രൈബ്സ് ആയിട്ട് ഇവിടെ എത്തുന്ന 1500 BC മുതലാണ്. ഇൻഡസ് സിവിലൈസേഷന്റെ അർബൻ ഫേസസ് ആൻഡ്ര അത് 1900 1800 BC ആയപ്പോഴത്തേക്കും നാമാവശേഷമായി, ഡി അർബനൈസ്ഡ് ആയി. ഓക്കെ. അപ്പൊ ആര്യൻസ് ഇൻവേർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം അടിച്ചു തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പറയുന്നത് വലിയൊരു ബ്ലണ്ടർ ആണ്. കാരണം പിന്നീട് 300-400 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ആരും ഇവിടെ എത്തുന്നുള്ളൂ? ആര്യൻ ട്രൈബ്സ് എത്തുന്നുള്ളൂ. അതുപോലെ തന്നെ വേറെ പല തിയറീസും ഉണ്ട്. ലൈക്ക് റിവർ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ്, ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ടെക്ടോണിക് ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ട്. ആൻഡ് റീസെന്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്
ഈ പറയുന്ന സോ കോൾഡ് എന്താ പറയുക മൺസൂൺ ഷിഫ്റ്റും അതുപോലെ തന്നെ അവരുടെ സബ്സിസ്റ്റൻസ് പാറ്റേണിലുള്ള ചേഞ്ചസ് ഒക്കെ എന്തിലേക്ക് ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത്? ഈ പറയുന്ന സോ കോൾഡ് ഡി അർബനൈസേഷനിലേക്ക്. അതായത് ഹയർ ഈൽഡിംഗ് ക്രോപ്സിൽ നിന്ന് ലോവർ ഈൽഡിംഗ് ക്രോപ്സും ഡ്രൗട്ട് റെസിസ്റ്റന്റ് ക്രോപ്സിലേക്കും പാറ്റേൺ ഷിഫ്റ്റ് ചെയ്തത് എന്തിന് കാരണമായി എന്ന് പറയുന്നു? ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഡിക്ലൈന് കാരണമായി എന്ന് പറയുന്നു. വേദിക് ഏജിലേക്ക് വരുമ്പോൾ RVCയും LVCയും തമ്മിലുള്ള വേദിക് ആര്യൻസിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് എന്താണ് തസ്നി? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിക് ലിറ്ററേച്ചർ ആണ്. യു നോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വേദിക് ലിറ്ററേച്ചർ? Smriti literature, Shruti literature is there. Okay. Then coming to Shruti, you might have seen that there is Samhita Sadar, Brahmana Sadar, Aranyaka Sadar, Upanishad Sadar, their classifications are there. Samhitasinte divisions ഏതൊക്കെയാണ്? Rigveda Samhita, Samaveda Samhita, Yajurveda Samhita, Atharvaveda Samhita. Which Samhita is regarded as the work of the non-Aryans or lower work? Atharvaveda Samhita. Which Samhita is regarded as, or it is classified into Shukla Veda and Krishna Veda, you know? Yajurveda. Okay, that is white book and black book. And which Samhita is responsible for origin of the Indian music? Samaveda Samhita. Okay, so these things are there. Which is regarded as the earliest and most sacred one? Rigveda Samhita. Okay, so you see that this Jainism is as old as Rigveda because yes, the founder of Jainism, which is who is the founder? It is Vardhamana Mahavira or Parshvanatha or Bahubali, or it is wow, who is the founder? Yeah, Rishabhadevi is regarded as the founder of this Jainism, and his birth is discussed in this, you know, Rigveda. So which is the oldest heterodox sect, Buddhism or Jainism? Jainism is the oldest heterodox sect, but at the same time you must understand that Vardhamana Mahaviranum, Gautam Buddhanum ഒരേ തൂവൽ പക്ഷികളായിരുന്നു. സോറി, എന്തായിരുന്നു? ഒരേ കാലഘട്ടത്തിലുള്ള ആൾക്കാരായിരുന്നു, എന്ന് വെച്ചാൽ കണ്ടംപററീസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വർദ്ധമാന മഹാവീരൻ 24ാമത്തെ തീർത്ഥങ്കരനാണ്. അദ്ദേഹം ജൈനിസത്തിന്റെ ഏറ്റവും വലിയ മോഡിഫയർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ ആണ്. ഫൗണ്ടർ ഋഷഭദേവനാണ്. യു ഗോട്ട് എ പോയിന്റ്. സോ സി RVC LVC തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കുക. 1500 BC തൊട്ട് 1000 BC വരെയുള്ള കാലഘട്ടം RVC ആണെങ്കിൽ 1000 BC തൊട്ട് 500 BC 600 BC വരെയുള്ള കാലഘട്ടം എന്താണ്? LVC, ലേറ്റർ വേദിക് ഏജ് ആണ്. ഇനി RVCയിലേക്ക് വരുമ്പോൾ യെസ്, ദേ സെറ്റിൽഡ് ഇൻ ദ സപ്ത സിന്ധു റീജിയൻ. യെസ്, ദേ ഹാഡ് ട്രൈബൽ അസംബ്ലീസ് ലൈക്ക് സഭ സമിതി വിദാത. ഓക്കെ, then no formal taxation, voluntary gift bali they accepted, semi nomadic life and pastoralism was main occupation, main god was Indra. ഇത് ആരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് മിഥുന? ആരെ കുറിച്ചാണ് സംസാരിച്ചത്? RVCനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഏർലി വേദിക് ഏജ് അല്ലെങ്കിൽ ഋഗ്വേദിക് ഏജിനെ കുറിച്ചാണ് സംസാരിച്ചത്. യെസ്, ഇവിടെ ട്രൈബൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു, വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, സൊസൈറ്റി പാട്രിയാക്കൽ ആണെങ്കിലും കുറച്ചും കൂടി ലിബറൽ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ റെഗുലർ ടാക്സേഷൻ സിസ്റ്റം ഇല്ലായിരുന്നു. അവർ നാച്ചുറൽ വർഷിപ്പേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനെ അവർ പേഴ്സണിഫൈ ചെയ്യുകയും വർഷിപ്പ് ചെയ്യുകയും ചെയ്തു. സോ നാച്ചുറൽ ഭക്തി യജ്ഞാസ്, യു നോ, ദാറ്റ് ഈസ് മോഡ് ഓഫ് ദർ വർഷിപ്പ്. ടെമ്പിൾ വർഷിപ്പ് ഇല്ല, പ്രീസ്റ്റ്ഹുഡിന് ഡൊമിനൻസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ സോ കോൾഡ് വിമന് റിലേറ്റീവ്ലി കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഓക്കെ, വിഡോ റീമാരേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിമൻ കമ്പോസേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് പാസ്റ്ററലിസം വാസ് ദ മെയിൻ എക്കണോമി. യു അണ്ടർസ്റ്റുഡ്? കാറ്റൽ റെയറിംഗ്, കാറ്റൽ ബ്രീഡിംഗ്. LVCയിലേക്ക് വരുമ്പോഴത്തേക്കും ചേഞ്ചസ് ശ്രദ്ധിക്കൂ. ഷിഫ്റ്റഡ് ടു ഗാംഗറ്റിക് റീജിയൻ. അവരുടെ മൈഗ്രേഷൻ, അവർ ഗാംഗറ്റിക് റീജിയൻസിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. ഫോർമൽ ടാക്സേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് രാഷ്ട്ര എന്നൊരു കോൺസെപ്റ്റ് ഉദയം ചെയ്യുന്നു. രാജാവ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നു. ട്രൈബൽ അസംബ്ലീസിന്റെ റോള് നഷ്ടപ്പെടുന്നു. അഗ്രികൾച്ചർ അവരുടെ എക്കണോമിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ ഒരു ഇതായിട്ട് മാറുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ കോയിൻസ് ഒക്കെ, പഞ്ച്മാർക്ക് കോയിൻസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. നിഷ്ക ഓർ കൃഷ്ണാള ഓർ ഷഡമന എന്നൊക്കെ പറയുന്നത്, ദീസ് ആർ ദ കോയിൻ സർക്കുലേറ്റഡ് ഡ്യൂറിങ് LVC. ആൻഡ് ചീഫ് ഗോഡ് ഈസ് പ്രജാപതി. ഗോഡ്സിനും ചേഞ്ചസ് വരുന്നു. ഈ പറയുന്ന സാക്രിഫൈസസും പൂജാസും പ്രീസ്റ്റ്ഹുഡ് ഒക്കെ അഞ്ചന ഭയങ്കര ഡൊമിനന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവില് RVC LVCയും തമ്മിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മഹാജൻപദാസ്, മഹാജൻപദാസ് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ മഹാജൻപദാസ് ഏതൊക്കെ നദിയുടെ തീരത്തായിരുന്നു എന്ന് അറിയാമോ സാൻഡ്ര? ആരതൊക്കെ അറിയാമോ? മഹാജൻപദാസിന്റെ ക്യാപിറ്റൽസ് അറിയാമോ? 16 മഹാജൻപദാസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ബുദ്ധനും മഹാവീരന്റെയും ഫേവറേറ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മഹാജൻപദാസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? മഹാജൻപദാസ് അങ്കുഠാര നികായയിൽ പറയുന്ന 16 മഹാജൻപദാസ് ഏതൊക്കെയാണെന്നുള്ളത് രാജീവിന് അറിയാമോ? 16 അറിയത്തില്ല, എത്ര എണ്ണം അറിയാം?
ഇത് അറിഞ്ഞിരിക്കണം. കാരണം UPC ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മഹാചൻപദാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യും. മഹാചൻപദാസ് അതിന്റെ ക്യാപിറ്റൽസും ഷഫിൾ ചെയ്യും, അല്ലെങ്കിൽ മഹാചൻപദാസും അതിന്റെ മൗണ്ടൻസും ഷഫിൾ ചെയ്യും, മഹാചൻപദാസും അതിന്റെ കൾച്ചറൽ സെന്റേഴ്സും ഷഫിൾ ചെയ്യും, മഹാചൻപദാസും അത് ലൊക്കേറ്റ് ചെയ്യുന്ന റിവേഴ്സും ഷഫിൾ ചെയ്യും. സോ ഏതൊക്കെ എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണ്ടേ? സദേൺ മോസ്റ്റിൽ അസമഗ എന്നുള്ളൊരു മഹാജനപദയുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഏതാണുള്ളത്? ഈസ്റ്റേൺ സൈഡിൽ ഏതാണുള്ളത്? വെസ്റ്റേൺ സൈഡിൽ ഏതാണുള്ളത്? ധാരണയുണ്ടായിരിക്കണം. മഹാചൻപദാസ്. സോ യു സി ദാറ്റ് that belongs to NPPW culture. Then മഹാചൻപദാസ് 16 ഉണ്ട് അഗുട്ടാര നികായയില്. ഈ 16 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, യെസ്, ചിലത് വളരെ പ്രൊമിനന്റ് ആണ്, ചിലത് മൊണാർക്കീസും ചിലത് റിപ്പബ്ലിക്സും ആണ്, ശരിയല്ലേ? മഗധ എന്ന് പറയുന്നത് ഒരു മൊണാർക്കി സ്റ്റേറ്റ് ആണ്, ശരിയല്ലേ? മൊണാർക്കിയൽ സ്റ്റേറ്റ് ആണ്. അവിടെ സോ കോൾഡ് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഒളിഗാർഗീസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അല്ലെങ്കിൽ ഡൺ ബൈ എ കൗൺസിൽ ഓഫ് ദിസ് ട്രൈബൽ എൽഡേഴ്സ് എക്സെട്ര, ദാറ്റ് ഈസ് ഒളിഗാർഗീസ്. സോ മഗധ ഈസ് monarchy state ruled by different dynasties. There is Haringa dynasty, Srihari. Haringa dynasty le namakariam. First comes Bimbikutan, Bimbisara. Bimbisara is the first important ruler. Then say his capital is Rajagriha Rajiv. Then comes Ajatashatru, and he is the patron of the first Buddhist council. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പാട്രോൺ ആരാണ്? ഗോകുൽ? കാലശോക. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പാട്രോൺ ആരാണ്? അശോക ദ ഗ്രേറ്റ്. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പാട്രോൺ ആരാണ്? സോന? കനിഷ്ക. ഏത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചിട്ടാണ് ബുദ്ധിസം രണ്ടായിട്ട് പിളർന്ന് പ്രളയം ഉണ്ടായത്? സോറി, നോട്ട് പ്രളയം, രണ്ടായിട്ട് ഡിവൈഡഡ് ആയത്. അതേതാണ്? നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? മഹായാനയും ഹീനയാനയും ഉണ്ടാവുന്നത്. ഹീനയാന ഓർത്തഡോക്സ് ഒറിജിനൽ വേർഷൻ ആണെങ്കിൽ മഹായാന ലിബറൽ വേർഷൻ ആണ്. ഹീനയാന യൂണിവേഴ്സൽ സാൽവേഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മഹായാന യൂണിവേഴ്സൽ സാൽവേഷനിൽ വിശ്വസിക്കുമ്പോൾ ഹീനയാന ഇൻഡിവിജ്വൽ സാൽവേഷനിൽ വിശ്വസിക്കുന്നു. ഹീനയാന ടിപ്പിക്കൽ ബുദ്ധന്റെ ടീച്ചിങ്സ് അതേപോലെ ഫോളോ ചെയ്യുമ്പോൾ മഹായാന ബുദ്ധനെയും ബോധിസത്വനെയൊക്കെ ഐഡൽസ് ആയിട്ട് വർഷിപ്പ് ചെയ്യുന്നു, ശരിയല്ലേ? അല്ലെങ്കിൽ ബുദ്ധന്റെ ഇൻകാർണേഷൻസിൽ വിശ്വസിക്കുന്നു, ശരിയല്ലേ? ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിച്ചത് ഹീനയാനയാണോ മഹായാനയാണോ? മഹായാന ബുദ്ധിസം ആണ്. ഓക്കെ. അശോകൻ പാട്രണൈസ് ചെയ്തത് ഹീനയാനയാണോ മഹായാനയാണോ? തസ്നി? അശോകൻ പാട്രണൈസ് ചെയ്തത്, അശോക ദ ഗ്രേറ്റ് പാട്രണൈസ് ചെയ്തത് ഹീനയാന ബുദ്ധിസമാണ്, ശരിയല്ലേ? ഹീനയാന ബുദ്ധിസത്തിന്റെ വകഭേദങ്ങൾ ശ്രീലങ്കയിലേക്ക് സഞ്ചരിച്ചു, പക്ഷെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക് സഞ്ചരിച്ചത് മഹായാന ബുദ്ധിസം. So you see, Ajatashatru is the second ruler and chair patron of the first Buddhist council. Then Rajagriha was capital. Then Rajagriha was the center where this first Buddhist council was held. Then adinte chairman എന്ന് പറയുന്നത് മഹാകശ്യപയായിരുന്നു. അതിനുശേഷം ഉദയൻ എന്ന് പറയുന്ന രാജാവ്. You can see that there is ഉദയൻ. Capital is Padaliputra. ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ശിശുനാഗ ഡിനാസ്റ്റിയിൽ കാലശോക ഈസ് ദ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പാട്രോൺ ആണ്. യെസ്, അതിന്റെ പ്രസിഡന്റ് സബഗാമി ആയിരുന്നു. ദെൻ സേ നന്ദ ഡിനാസ്റ്റി. നന്ദ ഡിനാസ്റ്റിയിൽ നിങ്ങൾക്ക് കാണാം മഹാപത്മ നന്ദ ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ. ഏത് ഡിനാസ്റ്റി ഭരിച്ച രാജവംശങ്ങളാണ് ഇത്? മഗധ ഭരിച്ചത്. There is Haringa dynasty, Shishunaga dynasty, there is Nanda dynasty. Okay. Then see Dhanananda. Yes, Dhanananda was killed by Chandragupta Maurya, and during his time Alexander invaded India. Battle of Hydaspes with Porus. You see Alexander's invasion, that is during time of Dhanananda, and Dhanananda happened to be the last ruler of Nanda dynasty. Okay. Then comes Mauryan Empire 321 to 185 BC. Mauryan Empire le ആദ്യത്തെ ruler Chandragupta Mauryan ആണ്. He is regarded as the founder. With the help of Chanakya അല്ലെങ്കിൽ കൗടില്യന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ചന്ദ്രഗുപ്ത മൗര്യൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പാടലിപുത്രയായിരുന്നു. ജൈനിസത്തിന്റെ വക്താവായിരുന്നു. യെസ്, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം എന്ത് ചെയ്തു? പുഷ്പ 2 കാണാൻ പോയോ? എന്ത് കാണാൻ പോയി? സന്താര അനുഷ്ഠിച്ചു, സല്ലാഗന അനുഷ്ഠിച്ചു, സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ബിംബിസാര, ചന്ദ്രഗുപ്ത മൗര്യ, ഭദ്രബാഹു അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ കൂടെ സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും കർണാടകയിലെ ശ്രവണബലഗോളയിൽ വെച്ചിട്ട് സന്താര അല്ലെങ്കിൽ സല്ലേഖന അനുഷ്ഠിക്കുകയും ചെയ്തു. സോ സല്ലേഖന ഒരു സന്താര എന്താണ് അലക്സ്? ജൈനിസത്തിൽ എന്താണത്? ഈസ് ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത്, അൾട്ടിമേറ്റ് ടെസ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഗിവൺ ബൈ ആരാണ്? പാർശ്വനാഥനാണോ, ഋഷഭദേവാണോ, അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരനാണോ? ആരാണ് ആ സംഭവം ആഡ് ചെയ്തത്? വർദ്ധമാന മഹാവീരനാണ്. ഓക്കെ. സോ യു സീ ദാറ്റ് ഹി ഒബ്സർവ്ഡ് ദാറ്റ് സന്താര. Then see
During his time, Greek ambassador, yes, Megasthenes visited India. Megasthenes is Greek ambassador. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് രഞ്ജിത്ത്? ഇന്ത്യക്ക. ഓക്കെ, ഇന്ത്യക്കയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അഞ്ജന. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ആരാണ്? ബിന്ദുസാരൻ ഏത് സെക്ടിനെയാണ് പ്രൊമോട്ട് ചെയ്തത്? അജീവിക സെക്ടിനെയാണ് പ്രൊമോട്ട് ചെയ്തത്, വിച്ച് ഇസ് ആൻ ഓഫ്ഷൂട്ട് ഓഫ് ജൈനിസം. ദെൻ അതിനുശേഷം അശോക ദ ഗ്രേറ്റ്, അദ്ദേഹം ബുദ്ധിസത്തിന്റെ പാട്രോൺ ആണ്. ലൈഫിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് കലിംഗ വാർ ആയിരുന്നു. ദെൻ അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എഡിക്സ് എന്ന് പറയുന്നത് റോക്ക് എഡിക്സും മൈനർ എഡിക്സും പില്ലർ എഡിക്സ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻ ആദ്യമായിട്ട് ബ്രഹ്മി സ്ക്രിപ്റ്റിൽ ഡെസിഫർ ചെയ്തത് ആരായിരുന്നു? ജെയിംസ് പ്രിൻസിപ്പ് ആയിരുന്നു. ശരിയല്ലേ? നോർത്ത് വെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് കരോഷ്ടി സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും. സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലും ഏത് സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും? പറയൂ മക്കളെ, ഏത് സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും? ഞാനല്ലല്ലോ എക്സാമിൽ, നിങ്ങളല്ലേ എഴുതാൻ പോകുന്നത്. നോർത്ത് വെസ്റ്റിൽ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് കരോഷ്ടി സ്ക്രിപ്റ്റിലാണെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെ അശോകന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഏത് സ്ക്രിപ്റ്റിൽ നമ്മൾ കാണുന്നു? ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ യു സീ ദാറ്റ് അശോകന്റെ ധമ്മ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അശോകന്റെ ധമ്മ എന്താണ്? അശോകന്റെ ധമ്മ ധമ്മയാണ്. എന്താണത്? പ്ലം കേക്ക് ആണോ? കോഡ് ഓഫ് കോണ്ടക്ട്. യു സി എല്ലാ സോക്കോൾഡ് റിലീജിയൻസിന്റെ അല്ലെങ്കിൽ ബുദ്ധിസം പോലുള്ള റിലീജിയൻസിന്റെ ഒക്കെ ബെസ്റ്റ് ഡോക്ട്രിൻസ് ഒക്കെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ആണ് ഈ പറയുന്ന അശോകന്റെ ധമ്മ. പക്ഷെ നീലകണ്ഠ ശാസ്ത്രി, ഉപേന്ദർ സിംഗും ആർ എസ് ശർമ്മയും അല്ലെങ്കിൽ റോമില താപ്പറിനൊക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്. ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈക്ക് എന്താണ്? ഷാഫിന്റെ മീശ പോലെയാണ്. അല്ലെങ്കിൽ ഇത് തിങ് ഇസ് ദാറ്റ് എന്താ പറയാ, ഇതിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാജീവ് എന്താ പറയാ എന്തെഴുതി? ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് ഇഷ്യൂഡ് ബൈ ഇൻഡോ ഗ്രീക്സ് എന്ന് എഴുതി. UPC അത് വെട്ടി. ഹർഷ എഴുതി ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് ഇഷ്യൂഡ് ബൈ കുഷാനാസ് എന്ന് എഴുതി. UPC അതും വെട്ടി. ഇനി വെട്ടാത്തത് ഏത്? The problem is like old NCERT പറയുന്നത് ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ദിസ് ഇൻഡോ ഗ്രീക്സ് എന്ന് പറയുന്നു. RS ശർമ്മയും ഉപേന്ദർ സിംഗും അത് തന്നെ പറയുന്നു. പക്ഷെ പുതിയ NCERT തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഗോൾഡ് കോയിൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ കുഷാനാസ് എന്ന് പറയുന്നു. ആരെ നമ്പണം? So the thing is that there are confusions. ഹിസ്റ്ററിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഒരുപാട് സോക്കോൾഡ് എന്താ പറയുക, ഭയങ്കര ഡൈവേർഷൻസ് ആണ്. ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസും ഒരുപാട് സോക്കോൾഡ് മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ എനിവേ വി വിൽ കം ടു ദ കൺക്ലൂഷൻ. വാട്ട് ഐ സെഡ് ഈസ് ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം നവ്യ. അതായത് ഗോൾഡ് കോയിൻസ് ഓർ കോയിൻസ് which is definitely attributed to these kings and queens that is first issued by these Indo Greeks. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻഡോ ഗ്രീക്സ് ആണ് ആദ്യം ഇവിടെ വന്നത്. ശരിയല്ലേ? ഈ ഇൻഡോ ഗ്രീക്സ് ആണ് ആദ്യം വന്നത്. അവർ ഇഷ്യൂ ചെയ്ത കോയിൻസിൽ ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത് അവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? കുഷാനാസ് അതിന് ശേഷമാണ് വരുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് അശോക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസ് നോക്കൂ. യെസ്, ഡിഫറെന്റ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അദ്ദേഹമാണ് പാട്രോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന്റെ പാട്രോൺ. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മോഹൻലിപുട്ട ടിസ്സെ ആയിരുന്നു. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, അതിന്റെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ശ്രദ്ധിക്കുക. ദെൻ ബൃഹദ്രഥ എന്ന് പറയുന്ന ലാസ്റ്റ് റൂളർ ആണ്. ഹി വാസ് ഡിഫീറ്റഡ് ബൈ പുഷ്യമിത്ര സുംഗ ആൻഡ് ഹി എസ്റ്റാബ്ലിഷ്ഡ് സുംഗ ഡിനാസ്റ്റി. പോസ്റ്റ് മൗര്യൻ ഏജ് 200 BC to 300 AD. ഇൻഡിജീനിയസ് ഡിനാസ്റ്റീസ് ഏതൊക്കെയാണ്? There is Sunga dynasty. Founder is Pushyamitra Sunga. അദ്ദേഹത്തിന്റെ സമയത്താണ് ഒരു ഗ്രീക്ക് അംബാസിഡർ അദ്ദേഹത്തിന്റെ കോർട്ടിൽ താമസിച്ചത്. What was his name? Sorry, not his time. He is the founder. Pushyamitra Sunga is the founder. ബൃഹദ്രഥനെ കൊന്ന് സുംഗ ഡിനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് അദ്ദേഹമാണ്. It was Bhagabhadra. Another Sunga ruler is Bhagabhadra. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഒരു ഗ്രീക്ക് അംബാസിഡർ സുംഗ ഡിനാസ്റ്റി വിസിറ്റ് ചെയ്യുകയും അത് കോർട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. That is Heliodorus എന്ന് പറയുന്ന ഗ്രീക്ക് അംബാസിഡർ came during the time of Bahabhadra. Bahabhadra was it was a Sunga ruler. പ്രതിപാദിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ ബസനഗർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതിനുശേഷം കൺവ ഡിനാസ്റ്റി. ഫൗണ്ടർ ഈസ് വസുദേവ കൺവ. ക്യാപിറ്റൽ ഈസ് പടലിപുത്ര. Then Sadavahana dynasty.
famous ruler is Gautami Putra Sadagarni, Vasishta Putra Pulamai. Shadavahanasne kurchulla inscriptions ആണ്, Nasik inscriptions, Anagad inscriptions, etc. Yes, they are first rulers to donate land grants to Brahmins. അതുപോലെ തന്നെ ട്രേഡിനെ വലിയ രീതിയിൽ പരിപോഷിപ്പിച്ചിരുന്നു സോണ. അതുപോലെ തന്നെ ബുദ്ധിസം പോലുള്ള റിലീജിയൻസ്, ബ്രാഹ്മണിക്കൽ റൂളേഴ്സ് ആണെങ്കിലും ബുദ്ധിസത്തെയും പരിപോഷിപ്പിച്ചിരുന്നു. അതിന്റെ ഉദാഹരണമാണ് അമരാവതി സ്തൂപ റിപ്പയർ ചെയ്തതും അതുപോലെ തന്നെ നാഗാർജുന കൊണ്ട ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്ററിനെയൊക്കെ പരിപോഷിപ്പിച്ചതും. ഓക്കെ, അമരാവതി സ്കൂൾ ഓഫ് സ്കൾച്ചറിന്റെ പാട്രോൺസുമാരായിരുന്നു ഷഡവാഹനാസ് ആയിരുന്നു. അവർക്ക് ശേഷം ഇഷവഗൂസ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധാര മധുര സ്കൂൾസ് ഓഫ് സ്കൾച്ചർ, അതിന്റെ പാട്രോൺസ് ആരൊക്കെയായിരുന്നു സോണ? ഗാന്ധാര മധുര സ്കൂൾസ് ഓഫ് സ്കൾച്ചർ. ഏത് സ്കൂൾ ഓഫ് സ്കൾച്ചർ ആണ് വൈറ്റ് മാർബിൾ ചീഫ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചത്? അമരാവതി. സ്പോട്ടഡ് റെഡ് സാൻഡ് സ്റ്റോൺ, spotted red sandstone. Spotted red sandstone, a banana. What banana you studied? Again my question. Yeah, basic thing only. 3 schools of sculpture. You see there is Madura school of sculpture. What was the chief material used in sculpting? Bluish grey sandstone or this greyish schist stone, used in this. ഏതിലാണ്? ഗാന്ധാരയിലാണ്. മധുരയില് സ്പോട്ടഡ് റെഡ് സാൻഡ് സ്റ്റോൺ ആണ്, അമരാവതിയില് വൈറ്റ് മാർബിൾ ആണ്. ശരിയല്ലേ? നരേറ്റീവ് ആർട്ട് ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? നരേറ്റീവ് ആർട്ട്, ഒരു സ്റ്റോറി പോലെ പാനൽസിൽ ഈ സ്കൾപ്ചേഴ്സിനെ കൊത്തുന്നത് ഏതിന്റെ? അമരാവതിന്റെ ഫീച്ചർ ആണ്. ശരിയല്ലേ? ഇനി ഈ പറയുന്ന സോക്കോൾഡ് മഹായാന ബുദ്ധിസം സെൻട്രൽ തീമായിട്ട് വന്നിരിക്കുന്ന സ്കൂൾ ഓഫ് സ്കൾച്ചർ ഏതാണ്? ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. ഓക്കെ, ഫൈൻ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇഷവഗോസ്, അതിന്റെ ശേഷം വന്ന റൂളേഴ്സ്. ദെൻ ഇൻഡോ ഗ്രീക്സ്, പോസ്റ്റ് മൗര്യൻ ഏജിലെ സെൻട്രൽ ഏഷ്യൻ ഇൻവേർട്ടേഴ്സ്. ഇൻഡോ ഗ്രീക്സ് ആദർ മിനാൻഡറും നാഗസേനയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഓക്കെ, അതിനെയാണ് മിലിന്ദ പാനോ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദെൻ സേ ദേ ആർ ഫസ്റ്റ് ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ. പക്ഷെ അതൊരു വലിയൊരു കോൺട്രവേഴ്സിയാണ്. ന്യൂ NCERT കുഷാനാസ് എന്ന് പറയുന്നു, വേറെ പല സോഴ്സസിലും ഇൻഡോ ഗ്രീക്സ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം. ഷഗാസ് ആർ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റൂളേഴ്സ്. രുദ്രദമൻ ഈസ് എ ഫേമസ് റൂളർ. ഇദ്ദേഹത്തെ കുറിച്ചാണ് ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻസിൽ പ്രതിപാദിക്കുന്നത്. സുദർശന ലേക്ക് റിപ്പയർ ചെയ്തത് ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ശതവാഹനാസുമായിട്ട് ഫൈറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഒരു ഫോറിൻ റൂളർ ആദ്യമായിട്ട് ചേസ്റ്റ് സാൻസ്ക്രിറ്റ്, പ്യുവർ സാൻസ്ക്രിറ്റിൽ ഇൻസ്ക്രിപ്ഷൻ രചിക്കുന്നത് ഇറ്റ് ഈസ് രുദ്രദമൻ. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കൂ. പാർത്തിയൻസ് ആദർ ഗോണ്ടോഫേണസിന്റെ സമയത്ത് സെന്റ് തോമസ് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരുന്നു. ദെൻ കുഷാനാസ് ആദർ, ഇൻഡോ ഗ്രീക്സിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ളത് കുഷാനാസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധൻ കനിഷ്കനാണ്. അദ്ദേഹമാണ് ശകവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ശകവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും ഫേമസ് ആണ്. ശരിയല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഇനി യു സീ ദാറ്റ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? Yes, that is, this, its patron is Kanishka. Then see, President Vasumitra ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് അശ്വഘോഷയാണ്. അശ്വഘോഷനാണ് ബുദ്ധചരിതം രചിച്ചത്. എന്ത് രചിച്ചത്? ബുദ്ധനെ കുറിച്ചുള്ള ബയോഗ്രാഫിയാണ് ബുദ്ധചരിതം. അത് രചിച്ചത് ആരാണ്? ഇറ്റ് ഈസ് അശ്വഘോഷ. ദെൻ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആണ് ബുദ്ധിസം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് what is called Pandilori versus Maruti 800. അല്ലെങ്കിൽ Maruti 800 means yes, that is individual salvation. Pandilori means everybody, to accommodate everyone. You see the large number of people, universal salvation, just to have faith. Pandilorikku വലിയ ടയർ ആയിരിക്കും, greater wheel, or great wheel, that is Mahayana. Maruti ഒരു ചെറിയ ടയർ ആയിരിക്കും, that is lesser vehicle. Now you see that Gupta Empire 300 AD തൊട്ട് 550 AD വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആരെ കുറിച്ച് പഠിക്കുന്നു? ഗുപ്തന്മാരെ കുറിച്ച് പഠിക്കുന്നു. Okay, see, Chandragupta first is the first important ruler, then Samudragupta, then Chandragupta second, then Kumaragupta. So ഈ റൂളേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇവരുടെ അച്ചീവ്മെന്റ്സും ഇവരുടെ കാലഘട്ടത്തിലെ ഈവന്റ്സും മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിരിക്കണം. ഓക്കെ, സോ സി യെസ്, ഇതിൽ നമ്മൾ പറയുന്നു ഈ മഹ്റുളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരെ കുറിച്ചുള്ളതാണ്? ഇതിന സമുദ്രഗുപ്തനെ കുറിച്ചാണോ? ചന്ദ്രഗുപ്ത സെക്കൻഡിനെ കുറിച്ചാണോ? കുമാരഗുപ്തനെ കുറിച്ചാണോ? രാമഗുപ്തനെ കുറിച്ചാണോ? ആരെ കുറിച്ചാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ സമുദ്രഗുപ്തനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ കുമാരഗുപ്തൻ. Then central administration, you see that Samanta system was there. Okay, Samanta system is there. നമ്മൾ already പഠിച്ചു കഴിഞ്ഞു. Then see, provincial administration is like this: Bhukti, Vishaya, Vidhi or village and Grama. These divisions are there.
ഉപാരിക, വിഷയപതി, കൗൺസിൽ, ദെൻ ദിസ് യു നോ. യെസ്, ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റും അതിന്റെ ഹെഡും ആരാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. പോസ്റ്റ് ഗുപ്ത ഏജ് 552 800 AD. Yes, there are different rulers like Pallava Sadar, okay, Pallava Sadar, Mahendravarman, Narasimhavarman, Battle of Manimangalam, then Chalukya Sadar, Pulakeshin second, Aihole inscription. Pulakeshin നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇദ്ദേഹമാണ് ആരെ തോൽപ്പിച്ചത്? ഹർഷവർദ്ധനെ തോൽപ്പിച്ചത്. നർമ്മദ നദിയുടെ തീരത്ത് വെച്ച് തോൽപ്പിച്ചത്. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് എഴുതിയത് രവികീർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ് ആണ്. Then see ഹർഷവർദ്ധനൻ പുഷ്യഭൂതി ഡിനാസ്റ്റിയിലേക്ക് ബിലോങ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്, കൃതികളാണ് രത്നാവലി, നാഗനന്ദ, പ്രിയദർശിക. അതൊക്കെ ശ്രദ്ധിക്കുക. ഹുയാൻ സങ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതും ഹർഷവർദ്ധനന്റെ സമയത്താണ്. ആരുടെ സമയത്താണ്? ഹർഷവർദ്ധനന്റെ സമയത്താണ്. പിന്നെ സംഗമേജ് ഉണ്ട്. സംഗമേജ് 300 BC തൊട്ട് 300 AD വരെയുള്ള കാലഘട്ടമാണ്. റീസെന്റ് ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് അതിനും മുമ്പേ ഉള്ളതാണ്. എന്ത്? കീഴടി എക്സ്കവേഷൻസ് ഒക്കെ പറയുന്നു അതിനു മുമ്പേ പഴക്കമുള്ളതാണ് സംഗമേജ് എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷെ സംഗമേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന പ്രധാനപ്പെട്ട സോഴ്സ് സംഘം ലിറ്ററേച്ചർ ആണ്. 3 പ്രധാനപ്പെട്ട സംഘം നടന്നു ഗാന. ഏതൊക്കെയാണ്? സംഘം 1, 2, 3. സംഘം എന്ന് പറയുന്നത് ഈ തമിഴ് പോയറ്റ്സിന്റെ അസംബ്ലിയാണ്, ശരിയല്ലേ? അവരുടെ അസംബ്ലിയാണ്. അപ്പോ ആദ്യത്തെ സംഘത്തിൽ ഒന്നുമില്ല. രണ്ടാമത്തെ സംഘത്തിലെ പ്രധാനപ്പെട്ട വർക്ക് ഏതായിരുന്നു? തോൽക്കാപ്യം. തമിഴ് ഗ്രാമറിലുള്ള വർക്കാണ്. അത് എഴുതിയതാരാണ്? രാജീവ് തോൽക്കാപ്പിയർ. ഓക്കെ. പിന്നെ മറ്റുള്ള സംഘം എപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? മണിമേഖലൈ, ശിലപ്പതികാരം. അതിന്റെ ഓതേഴ്സിനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ യു സീ ദാറ്റ് ദർ ആർ ഡിഫറെന്റ് വർക്ക്സ്. ദെൻ സീ സംഘം ഡിനാസ്റ്റീസ് ലൈക്ക് ചോളാസ്, പാണ്ഡ്യാസ്, ചേരാസ് എന്നൊക്കെയുള്ള എന്താ പറയാ 3 ഡിനാസ്റ്റീസ്. ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരൊക്കെയാണ് സംഘം റൂളേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന റോമൻ എംപയർ ആയിട്ടും ചൈനയായിട്ടൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു. അവരുടെ റിലീജിയൻ മുരുകൻ അവരുടെ പ്രധാനപ്പെട്ട ഗോഡായിരുന്നു. അതുപോലെ തന്നെ യു സി ദാറ്റ് എക്കണോമിക് ഡിവിഷൻസ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? ഈ പറയുന്ന കുറുവ സംഘമൊക്കെ ഉണ്ടായിരുന്നു. ഡെസേർട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ മെയിൻ ആക്ടിവിറ്റി സ്മഗ്ലിംഗ് ആയിരുന്നു. കോസ്റ്റൽ ഏരിയാസിലുള്ള ഒരു ഫിഷിംഗ് ചെയ്യുന്നു, ശരിയല്ലേ? ഇനി എന്താണ്? പാസ്റ്ററൽ ഏരിയാസിൽ കാറ്റൽ റെയറിംഗ്, അല്ലാത്തവർ കൃഷി ചെയ്യുന്നു. അങ്ങനെ പല ഡിവിഷൻസ് എക്കണോമിക് സോൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം എന്താ വെച്ചാൽ വിമൻ എക്കണോമിക്കലി നോർത്ത് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക എക്കണോമിക് ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വിമൻ ഫിഷർമെൻ ഉണ്ടായിരുന്നു, വിമൻ കമ്പോസേഴ്സ് ഉണ്ടായിരുന്നു, വിമൻ ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. അതും ശ്രദ്ധിക്കുക. ഓക്കെ. മിഡീവൽ ഇന്ത്യ, ഏർലി മിഡീവൽ ഇന്ത്യ 750 to 1200 AD. യെസ്, ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ആണ്. ഈ ട്രയാങ്കുലർ സ്ട്രഗിൾ ആരൊക്കെയാണ് മെയിൻ ടീംസ് എന്ന് പറയുന്നത്? യെസ്, പാലാസ്, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. അവരെന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തു? കനൂജിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. അതിന്റെ റീസൺസും നിങ്ങൾക്കറിയാം. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ രജപുത് സ്റ്റേറ്റ്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ചണ്ടേല സാദർ, ചാലുക്യ സാദർ, ചൗഹാൻ സാദർ, ഗഹദ്വാല സാദർ. ഇതിൽ മുഹമ്മദ് ഗോറി ഒരു പർട്ടിക്കുലർ ബാറ്റിൽ ഫൈറ്റ് ചെയ്തിരുന്നു, ചാന്തുവാർ ബാറ്റിൽ, ശരിയല്ലേ? അത് ആരും തമ്മിലായിരുന്നു? ഗഹദ്വാലാസും ഈ പറയുന്ന മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു. ഇനി മുഹമ്മദ് ഗോറി ഒരു പർട്ടിക്കുലർ രജപുത്ത് റൂളറുമായിട്ട് ടറൈൻ ബാറ്റിൽ ഫൈറ്റ് ചെയ്തു. ടറൈൻ ബാറ്റിൽ 1 and 2. അത് ആരുമായിട്ടായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ ആയിട്ടായിരുന്നു. ഓക്കെ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫോറിൻ ഇൻവേഷൻസിൽ മഹ്മൂദ് ഗസ്നിയാണ് 17 തവണ ഇന്ത്യ കൊള്ളയടിച്ചത്. യെസ്, അൽബറൂണി വിസിറ്റഡ് ഡ്യൂറിംഗ് ഹിസ് ടൈം. Then Muhammad Ghori first battle is 1191 first terrain battle in which he was defeated. Second terrain battle അദ്ദേഹത്തെ ആര് തോൽപ്പിക്കുന്നു? പൃഥ്വിരാജ് ചൗഹാൻ തോൽപ്പിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് ബാറ്റിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിനെ തോൽപ്പിക്കുന്നു. സെക്കൻഡ് ടെറൈൻ ബാറ്റിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നു, ശരിയല്ലേ? ഓക്കെ, ഫൈൻ. അതിനുശേഷം ചാന്തുവാർ ബാറ്റിൽ അദ്ദേഹം ഈ പറയുന്ന സോക്കോൾഡ് ഏതാണ് പിടിച്ചെടുക്കുന്നത്? കനൂജ് പിടിച്ചെടുക്കുന്നു. ഗ്രാജുവലി ഡൽഹി പിടിച്ചെടുക്കുന്നു. യു സി ദാറ്റ്. യെസ്, പക്ഷെ ഡൽഹി പിടിച്ചെടുക്കുന്നത് ലേറ്റർ ഓൺ, പിന്നീട് സംഭവിക്കുന്നതാണ്. യു സി ദാറ്റ് മുഹമ്മദ് ഗോറി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അടിമയായിട്ടുള്ള ഈ പറയുന്ന കുത്തബ്ദീൻ ഐബക്കിന് അദ്ദേഹത്തിന്റെ പൊസഷൻസ് കൈമാറുകയും പിന്നെ കുത്തബ്ദീൻ ഐബക്കും ഗോറിയും തമ്മിലുള്ള ഫ്രിക്ഷൻസ് ലേറ്റർ ഓൺ. കുത്തബ്ദീൻ ഐബക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഡൽഹി സൽത്തനറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കലി അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു. ഡൽഹി ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ആരുടെ സമയത്താണ്? ഇൽതുത്മിഷിന്റെ സമയത്താണ്. സോ റിയൽ ഫൗണ്ടർ ഈസ് ഇൽതുത്മിഷ്. സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് പല്ലവ സാദർ, ചാലുക്യ സാദർ, രാഷ്ട്രകൂട സാദർ. ഈ സമയത്ത് നിങ്ങൾ കാഡംബാസ് എന്നുള്ള ഒരു ഡിനാസ്റ്റി ഉണ്ട്. കാഡംബാസ് മൗര്യ ശർമ്മ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാഡംബ ഡിനാസ്റ്റി.
കാടമ്പ ഡിനാസ്റ്റി 4-ാം നൂറ്റാണ്ടില് എന്താ പറയാ അധികാരത്തിൽ വരുന്ന ഒരു ഡിനാസ്റ്റിയാണ് കാടമ്പ ഡിനാസ്റ്റി. ഓക്കെ, കാടമ്പ ഡിനാസ്റ്റി ഫൈനലി ചാലുക്യാസും പല്ലവാസൊക്കെ അതിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ എനിവേ Pallavas are there, Chalukyas are there, Rashtrakutas are there. Okay, so you take care that these are different South Indian kingdoms. Imperial Cholas are there. Founder Vijayalaya Cholayana, capital Tanjavur. Rajaraja Cholan, Punyan Selvan, Arimurivarman, Shafi. Then there is Rajendra Cholan. Then അതുപോലെതന്നെ ഹോയ്ശാല ഡിനാസ്റ്റി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഒരു പർട്ടിക്കുലർ സ്റ്റെല്ലറ്റ് പ്ലാനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്താണ് സ്റ്റെല്ലറ്റ് പ്ലാൻ? സ്റ്റാർ ഷേപ്ഡ് ബേസ്ഡ് ഇൻ ദ ടെമ്പിൾ ആർക്കിടെക്ചർ, ശരിയല്ലേ? അത് ഹോയ്ശാലാസിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് ആണ്. ഓക്കെ, സോ ഹോയ്ശാലാസ് ആദർ. Then Kagatiyas ആദർ. കാകത്തിയാസിലാണ് രുദ്രമദേവി. During her time, this Marco Polo, Italian traveler visited India. So there is Pratapa Rudradeva. Then Muhammad bin Tughlaq's, South Indian invasions. Later Khilji's invasion. Okay, Kagatiyas of Warangal. Then say Delhi Sultanate. Delhi Sultanate il 5 dynasties ഭരിച്ചു. Slave dynasty. Khilji dynasty, Tughlaq dynasty, Sai dynasty, Lodi dynasty. Okay, so look into this. There is Qutbuddin Aibak, first ruler, slave dynasty le Qutbuddin Aibak. Then there is, Moinuddin Chishti was his contemporary. ഇതൊക്കെ UPSC ന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. UPSC ചോദിച്ചില്ലെങ്കിലും ഞാൻ ചോദിക്കും. You see that Moinuddin Chishti, you know that he is the Indian founder of that Chishti Silsila, and his center of operation that was Ajmer, and believes in the service to human is service to God. You see that Moinuddin Chishti, his contemporary. Then Iltutmish, Delhi was his capital. Iqta system started by him. Then this later Razia Sultana and Iltutmish completed the work of Qutub Minar. Am I right? Yes. Then Razia Sultana, only women ruler of Delhi Sultanate. Then there is Balban. Okay, that was era of blood and iron. And who started as Chahalgani, or that called, that corps of 40 started by Iltutmish. Then there is Khalji dynasty, Jalaluddin Khalji, then Alauddin Khalji. Alauddin Khalji is known for introduction of Dag and Chagra. You remember what is Dag and Chagra? Dag is branding of the horses, Chagra is muster roll for soldiers. Then marketer reforms introduced, Diwani Riyasat introduced, and his contemporary was Amir Khusro. Then Tughlaq dynasty, there is Ghiyasuddin Tughlaq. Okay, Ghiyasuddin Tughlaq, and his contemporary was Nizamuddin Aulia. Then there is Muhammad bin Tughlaq, shifted capital to Devagiri. Ibn Battuta visited. Firoz Shah Tughlaq, just to see, Firoz Shah Tughlaq renovated Qutub Minar. 5th story was added by him. And Timur Shah's invasion 98. Sai dynasty, Kisar Khan is the founder. Then there is Lodi dynasty. Bahulul Lodi is the founder. Sikandar Lodi founded the city of Agra. And there was a title added to him, a pseudonym used by Sikandar Lodi. You remember? എവിടുന്നോ ഞാൻ കേൾക്കുന്നു അശരീരി, എവിടുന്നാണത്? ശ്രീഹരി Gularki. Okay, so just to try to understand Sikandar Lodi, and he was a patron of music, poetry, and Guru Nanak and Saint Kabir, his contemporaries. Ibrahim Lodi, the last Lodi ruler, and Panipat battle. It is first, second or third Panipat battle. Aradi, first or second or third Panipat battle? First Panipat battle, that is 1526, in which Babur, Mughal founder, defeated Lodi and founded Mughal Empire. Then Mughal history നമ്മൾ നാളെ ഒന്ന് കവർ ചെയ്യും. Mughal Maratha history നാളെ കവർ ചെയ്യും. എന്ന് വെച്ച് നിങ്ങൾ നാളെ വരാണ്ടിരിക്കരുത്. ഓക്കെ, സോ ദിസ് Mughal Empire 1526 to 1707. 1707 എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ഡെത്ത് ഓഫ് ഔറംഗസേബ്. അതിനുശേഷം Mughal Empire ഉണ്ടായിരുന്നു. 1857 വരെ Mughal Empire കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നുള്ളതാണ്. Now see, Babur is the founder. ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഹുമയൂൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫോർച്ചുനേറ്റ് എന്നുള്ളതാണ് അർത്ഥം, ശരിയല്ലേ? പക്ഷെ ഇത്രയും ഗതികെട്ട ഒരു മനുഷ്യൻ മുഗൾ ചരിത്രത്തിൽ വേറെ ഇല്ലായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ ഈ ബ്രദേഴ്സിന്റെ ഫൈറ്റ് എല്ലാം വീതിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇവിടുന്ന് ഷേർഷാ സൂരി ഓടിച്ചു വിട്ടു, യുദ്ധത്തിൽ തോൽപ്പിച്ചു വിട്ടു. വഴിക്ക് അക്ബർ ഉണ്ടായി. ദെൻ തിരിച്ചു വന്ന് അധികകാലം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല. ഓക്കെ, ലൈബ്രറി ബിൽഡിങ്ങിന്റെ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ ആരോ നെയ്യോ ഓയിലോ കൊണ്ടുപോയി ഒഴിച്ചു, തലതല്ലി താഴെ വീണ് മരിച്ചു. യു സി ഹുമയൂൺ. ഓക്കെ, എനിവേ ദിൻപന എന്നുള്ള ന്യൂ ക്യാപിറ്റൽ അദ്ദേഹം പണി കഴിപ്പിക്കുന്നു. Then say defeated by Sher Khan in the battle of Chauza.
Battle of Kanuj, Sher Shah Suri. Okay, the Tiger Man, you see that. Okay, so Chausa and Battle of Kanuj, two popular battles in which Humayun was defeated by Sher Shah Suri, and he founded Sur Empire or Sar Empire. Then there is Sur dynasty, founder is Sher Shah Suri. Then comes Akbar the Great, Panipat Battle 2. Panipat Battle 2, 1556, second Panipat, in which Hemu was, Afghani forces were defeated and Akbar, re-established Mughal Empire. Then 1575, yes, അദ്ദേഹത്തിന്റെ ഇബാദത് ഖാന at capital Fatehpur Sikri. Yes, then Din Ilahi is അദ്ദേഹത്തിന്റെ religion. ശരിയല്ലേ? എല്ലാ വേൾഡ് റിലീജിയൻസിന്റെ എസൻസ് എല്ലാം ഒരുമിച്ച് ചേർത്ത ഒരു റിലീജിയൻ വിച്ച് ഈസ് ദിൻ ഇലാഹി. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു, ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഓക്കെ, then you see അദ്ദേഹത്തിന്റെ contemporary Tulsidas, Bhakti Sain, Jahangir, next ruler, assassinated Guru Arjun Dev, Shah Jahan, next ruler. Yes, you see Francois Bernier visited India, Aurangzeb, next ruler. Yes, assassinated Guru Tej Bahadur, and contemporary Salim Chishti, Bhakti Sain, sorry, Sufi Saint. Okay, then see Mughal administration, Zabdi system, Mansubadri system, Ijra system, Jagirdari system, you must cover. UPSC പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജമീന്ദാരിയും ജഗീർദാരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, then Bahmani kingdom, yes, it is in a revolt against Muhammad bin Tughlaqന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത Deccani kingdom, which is Bahmani kingdom. Founder is Alauddin Bahman Shah. Then early capital Gulbarga, left shifted to Bedar. പിന്നെ ഇത് 5 കിങ്ഡംസ് ആയിട്ട് എന്താ പറയാ ഡിവൈഡഡ് ആവുന്നു, which is this Bedar, Bijapur, Ahmednagar, Berar and Golconda. ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ട് ബഹ്മാനി സുൽത്താനേറ്റ് ഡിവൈഡഡ് ആവുന്നു. ഓക്കെ, ദെൻ വിജയനഗർ എംപയർ. വിജയനഗർ എംപയർ ആരാണ് സ്ഥാപിക്കുന്നത്? ഹരിഹരനും ബുക്ക അല്ലെങ്കിൽ ബക്കയും ചേർന്നിട്ടാണ്. റൂൾഡ് ബൈ 4 dynasties, സംഗമ, സലുവ, തുളുവ, അരവിദു dynasties. സംഗമ, സലുവ, അരവിദു and തുളുവ dynasties. Tasni clear? Tasni clear? Oh, Tasni. Okay. Then, okay, you Tasni say, what are the dynasties ruled this Vijayanagar Empire? Sangama, Saluva, Tuluva, Aravidu. Krishnadevaraya belongs to Tuluva dynasty. Vasco da Gama arrived during the reign of which dynasty? Which dynasty? Saluva dynasty. Okay. Now coming to this, yeah, Krishnadevaraya, his court is adorned by അദ്ദേഹത്തിന്റെ കോർട്ടില് അതിപ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള 8 സോ കോൾഡ് സ്കോളേഴ്സ്, പോയറ്റ്സ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അഷ്ടദിഗജാസ് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? അഷ്ടദിഗജാസ്. ഓക്കെ, ഈ ചന്ദ്രഗുപ്തന്റെ കോർട്ടിലുണ്ടായിരുന്നവരെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നു? നവരത്നാസ് എന്ന് വിശേഷിപ്പിക്കുന്നു. നൗസി വല്ലഭാചാരി അദ്ദേഹത്തിന്റെ കോർട്ടിലുണ്ടായിരുന്നു. ഡുവാർട്ടെ ബർബോസ, ഡൊമിംഗോ പേസ് അദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത ഫോറിൻ ട്രാവലേഴ്സ് ആണ്. യെസ്, ഈ ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിലാണ് എന്ത് സംഭവിക്കുന്നത്? വിജയനഗറിന്റെ പതനം സംഭവിക്കുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് തളിക്കോട്ടെ. ദെൻ നിക്കോളോ ഡി കോണ്ടി ഈ കിങ്ഡം വിസിറ്റ് ചെയ്യുന്നു. നിക്കോളോ ഡി കോണ്ടി. ഓക്കെ, സോ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഫോറിൻ ട്രാവലേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ അക്കൗണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് മറാത്ത ഹിസ്റ്ററി. മറാത്ത ഹിസ്റ്ററിയിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. യെസ്, ശിവജി emerged as the leader. Then treaty of Purandar between Shivaji and Mughals. Council of Ministers called Ashtapradhan. Taxes, Chaud and Sadeshmughi, collected by Shivaji. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ശിവജിന്റെ കണ്ടംപററി ഭക്തി സെയിൻസ് ആണ് രാംദാസും ഏകദാദ് തുക്രം. യു സി, ആൻഡ് 1761 തേർഡ് പാനിപ്പത്ത് ബാറ്റിൽ വെച്ചിട്ട് അഹമ്മദ് ഷാ അബ്ദാലി അല്ലെങ്കിൽ അഫ്ഗാനി ഇൻവേർഡർ ആയിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദാലി മറാത്ത കോൺഫെഡറസിനെ പരാജയപ്പെടുത്തുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മിഡീവൽ ഇന്ത്യയിലെ ചരിത്രം. പിന്നെ ഭക്തി സൂഫി സെയിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. Okay, there is a South Alwar Naina traditions are there, Saguna, Nirguna Bhakti cults are there. Then there is Adi Shankaracharya, Ramanujacharya, Ramananda. Okay, there is Kabir, Guru Nanak, Mirabai, Tulsidas. There are lots of Bhakti saints, Chaitanya Mahaprabhu, okay, Shankara Mahaprabhu. There are different Bhakti saints, Sufi saints, Sufi silsilas. What are the silsila? Hai silsila, What are the silsilas? Come on, say silsilas. Chisti silsila. Nashbandi silsila, Suhravadi silsila. Khadri അല്ലെങ്കിൽ Khatri silsila. You see that these are different silsilas of Sufi tradition. Okay, അത് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുക.
പിന്നെ ഉള്ളത് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ്. ആരാണ് ആദ്യം വന്നത്? ആദ്യം വന്നത് ആരാണ്? അമ്മു പറയൂ. അമ്മു ആണ് ആദ്യം വന്നത്. ആരാണ് ആദ്യം വന്നത്? ഓപ്ഷൻസ് തരാം. ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ആഫ്രിക്കൻസ്. ആരാദ്യം വന്നു? യെസ്, യു ആർ ദർ. കം ഓൺ, ഹിറ്റ് ഇറ്റ്. പറഞ്ഞോളൂ. ആരാണ് ആദ്യം വന്നത്? യെസ് ആകാശ്, യു ആർ മേക്കിംഗ് ദ ആൻസർ. കം ഓൺ. യെസ്, മഹാനുഭാവനും. അടുത്തത് ആരാണ്? ഓക്കെ, യെസ്, രഞ്ജിത്ത്. ഹൂ കംസ് ഫസ്റ്റ് ഔട്ട് ഓഫ് ദ യൂറോപ്യൻസ്? യെസ്, നവ്യ. ആര് വന്നു ആദ്യം? ഇതെന്താണ്? ആദ്യം വന്നത് പോർച്ചുഗീസ് ആണ്. ആരാണ്? ഓക്കെ. ഇതൊക്കെ എന്താ വെച്ചാൽ മൈൻഡിൽ അങ്ങ് എന്താ പറയാ, നമ്മൾ ഈ സംഭവം ചെയ്യുന്ന പോലെ അങ്ങ് കൊത്തി ഇടേണ്ട സാധനങ്ങളാണ്. മനസ്സിലായോ? എങ്ങനെ ചോദിച്ചാലും എങ്ങനെ തെറ്റിച്ചാലും ദാറ്റ് ഹാസ് ടു ബി ദ ക്ലിയർ ഐഡിയ. യെസ്, there's Portuguese comes first, then you can talk about the Dutch, then you can talk about this British, then you can talk about the French. Okay, so ആ ഓർഡർ വിട്ടു പോകരുത്. ഫസ്റ്റ് comes this Portuguese. ഓക്കെ, അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കൂ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്തതിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സബ്ജക്ട്സും റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഗതി പിടിക്കുകയുള്ളൂ. യു അണ്ടർസ്റ്റുഡ്?